PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളെ നമ്മൾ 200 ഡേ ചലഞ്ച് എന്ന രീതിയിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഡെയിലി വീഡിയോസ് പുതിയ സിലബസ് പ്രകാരം പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കാനായിട്ട് നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചോദ്യം ഉത്തരം എന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം ഉത്തരമായിട്ട് സിലബസിനെ മുഴുവൻ കവർ ചെയ്ത് ക്വസ്റ്റ്യൻ ബാങ്ക് ഉപയോഗിച്ച് പഠിക്കാവുന്നതാണ്. SCRT പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും പ്രീവിയസ് ഇയർ സെറ്റ് ഉൾപ്പെടെയാണ് നൽകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കാനായിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പുതിയ സിലബസ് പ്രകാരം നമ്മളിപ്പോൾ പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്ക് ഓൾറെഡി കുറേ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ട്. കുറേ ടോപ്പിക്സ് കവർ ആയി പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്നാണ് നമ്മളിപ്പോൾ ടോപ്പിക്സ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് തൊഴിലും ജോലിയും ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിച്ചു പോകാം. നമുക്ക് ആദ്യം ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് പഠിക്കാം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ് കേട്ടോ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് പാസ്സാക്കാൻ വേണ്ടി, ആ ഒരു നിയമം പാസ്സാക്കാൻ വേണ്ടി പ്രവർത്തിച്ച സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത്, അതായത് ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മൻമോഹൻ സിംഗ് ആണ് കേട്ടോ. ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ ബെന്തിലപ്പിള്ളി ഗ്രാമത്തിലാണ് മൻമോഹൻ സിംഗ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ജീൻ റസെ ബെൽജിയംകാരനാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് ആരാണ്? ജീൻ റസെ ആണ്. അദ്ദേഹം ഒരു ബെൽജിയംകാരനാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയ വർഷം 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കപ്പെടുന്നത് എന്നുകൂടി ഓർക്കുക. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് 2006 ഡിസംബർ 2 അപ്പൊ നിലവിൽ വന്നത് എന്നാ 2006 ഡിസംബർ 2 10ാം പഞ്ചവത്സര പദ്ധതി പ്രകാരമാണ് ഈ ഒരു നിലവിൽ വന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതി പ്രകാരമാണ് നിലവിൽ വന്നത്. അപ്പൊ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ഇത് ഉദ്ഘാടനം ചെയ്ത് മൻമോഹൻ സിംഗ് ആണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കിയത് 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന് 2006 ഫെബ്രുവരി 2 10ാം പഞ്ചവത്സര പദ്ധതി പ്രകാരം. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ഈ പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയത് 2008 ഏപ്രിൽ 1 കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയത് എന്നാ 2008 ഏപ്രിൽ 1 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഏത് പുനഃനാമകരണം ചെയ്തത്? ഇത് പുനഃനാമകരണം ചെയ്യപ്പെട്ട എന്നാ NEREGP പുനഃനാമകരണം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പിന്നീട് പുനഃനാമകരണം ചെയ്യപ്പെട്ടു. അത് 2009 ഒക്ടോബർ 2 2001 സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന പദ്ധതിയും 2004 നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമും എന്നകത്ത് നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ലയിപ്പിച്ചു. ഇനി ഈ നടത്തിപ്പ് ചുമതല വഹിക്കുന്നത് ഈ ഒരു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല വഹിക്കുന്നത് ഗ്രാമപഞ്ചായത്താണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത് 2008 EGP ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനഃനാമകരണം ചെയ്തത് 2009 ഒക്ടോബർ 2 2001 സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന പദ്ധതിയും 2004 നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമും ഇതിനകത്ത് നമ്മുടെ ഈ ഒരു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ലയിപ്പിക്കുകയുണ്ടായി. ഈ ഒരു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത് ഗ്രാമപഞ്ചായത്താണ്. ഇനി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെന്റ് ഇത് ലയിപ്പിച്ച കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി ചോദിക്കുകയാണെങ്കിൽ ഗ്രീൻ ഇന്ത്യ ആണ് കേട്ടോ. അപ്പൊ മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ലയിപ്പിച്ച കേന്ദ്ര സർക്കാർ പദ്ധതി ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? ഗ്രീൻ ഇന്ത്യ ആണ്. ഇനി ഈ പദ്ധതിയിൽ അംഗമാകാൻ താല്പര്യമുള്ളവർക്ക് 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന സംവിധാനമാണ് ജോബ് കാർഡ് നൽകുന്നത് ഗ്രാമപഞ്ചായത്താണ്. അപ്പൊ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 100 ദിവസത്തെ തൊഴിൽ പ്രദാനം ചെയ്യുന്ന ജോബ് കാർഡ് നൽകുന്നത് ആരാ? ഗ്രാമപഞ്ചായത്താണ്. ഇത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ നിലവിൽ വന്നിട്ടുള്ള ആദ്യത്തെ ജില്ലകൾ ചോദിക്കുകയാണെങ്കിൽ വയനാടും പാലക്കാടുമാണ് ആദ്യം നിലവിൽ വന്നത്. ഈ ഒരു പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ
വേതനം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ചെയ്തിട്ട് നമുക്ക് ഓരോ ഡെയിലുള്ള ക്യാഷ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സംസ്ഥാനം ഹരിയാനയാണ്. 357 രൂപയാണ് ഹരിയാനയിലെ ഒരു ദിവസത്തെ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം എന്ന് പറയുന്നത്. ഏറ്റവും കുറവ് ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലുമാണ്, 221 രൂപയാണ്. കേരളത്തിൽ ലഭിക്കുന്ന വരുമാനം 333 രൂപയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ചോദിക്കുകയാണെങ്കിൽ ആൻഡോമാൻ ആൻഡ് നിക്കോബാർ ആണ്. കുറവ് ജമ്മു കാശ്മീരുമാണെന്ന് ഓർക്കുക. അപ്പോ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി, ഇത് ലയിപ്പിച്ച കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി ഗ്രീൻ ഇന്ത്യയാണ്. ഇതിനകത്ത് അംഗമാകാൻ വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്താണ് ജോബ് കാർഡ് നൽകുന്നത്. ഈ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയത് പാലക്കാട്, വയനാട് ജില്ലകളിലാണ് ആദ്യം നടപ്പിലാക്കിയത്. ഈ പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന ജില്ല ഹരിയാനയാണ്. 357 രൂപയാണ് ലഭിക്കുന്നത്. ഏറ്റവും കുറവ് ലഭിക്കുന്ന ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലുമാണ്, 221 രൂപയാണ്. കേരളത്തിൽ ഏറ്റവും ലഭിക്കുന്ന വേതനം 333 രൂപയാണ്. ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന കേന്ദ്രഭരണ പ്രദേശം അല്ലെങ്കിൽ ആൻഡോമാൻ നിക്കോബാർ ആണ്. കുറവ് ലഭിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണെന്ന് ഓർക്കുക. ഇനി നമുക്ക് അടുത്തത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തെ കുറിച്ച് പഠിക്കാം. അപ്പൊ എന്താണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് പഠിച്ചു. നമുക്ക് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തെ കുറിച്ച് പഠിക്കാം. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വരാൻ കാരണമായിട്ടുള്ള നിയമമാണ് ഏത്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം. അപ്പൊ തന്നെ പഠിച്ചേ, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വരാൻ കാരണം ഏത് നിയമ? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമമാണ്. ഈ ഒരു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2005 സെപ്റ്റംബർ 5-നാണ്. നിയമം പാസ്സാക്കുമ്പോൾ പാസ്സാക്കുന്ന സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. നിയമം നിലവിൽ വന്നത് 2006 ഫെബ്രുവരി 2-നാണ്. നിയമം നിലവിൽ വരുമ്പോൾ കേന്ദ്ര റൂറൽ ഡെവലപ്മെന്റ് വകുപ്പ് മന്ത്രി രഘുവംശ് പ്രസാദ് സിംഗ് ആണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ്. തൊഴിലുറപ്പ് പദ്ധതികളെ ഗ്രാമപഞ്ചായത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ പരാമർശിക്കപ്പെടുന്ന നിയമത്തിലെ വകുപ്പ് ചോദിക്കുവാണെങ്കിൽ സെക്ഷൻ 16 ആണ് കേട്ടോ. അപ്പോ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വരാൻ കാരണമായിട്ടുള്ള നിയമം ഏതാണ്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമമാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്ന സമയത്ത് പ്രസിഡന്റ് രാഷ്ട്രപതി എന്ന് പറയുന്ന APJ അബ്ദുൽ കലാമാണ്. 2005 സെപ്റ്റംബർ 5-നാണ് പ്രസിഡന്റിന് അംഗീകാരം ലഭിക്കുന്നത്. നിയമം നിലവിൽ വരുന്നത് 2006 ഫെബ്രുവരി 2-നാണ്. നിയമം നിലവിൽ വരുമ്പോൾ കേന്ദ്ര റൂറൽ ഡെവലപ്മെന്റ് വകുപ്പ് മന്ത്രി രഘുവംശ് പ്രസാദ് സിംഗ് ആണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ്. തൊഴിലുറപ്പ് പദ്ധതികളിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ പരാമർശിക്കപ്പെടുന്ന നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 16 ആണെന്ന് ഓർക്കുക കേട്ടോ. ഇനി അടുത്തത് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണ്. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി IK ഗുജറാൾ ആണ് കേട്ടോ. ഗുജറാൾ ആയിരുന്നു ഈ സമയം സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയുടെ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. 9ാം പഞ്ചവത്സര പദ്ധതിയിലാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന ആരംഭിക്കുന്നത്. ഇത് പഞ്ചവത്സര പദ്ധതി സമയത്താണ്, 9ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. സ്വർണ്ണ ജയന്തി സഹാരി റോസ്ഗാർ യോജന ആരംഭിച്ചത് എന്നാണ് 1997 ഡിസംബർ 1-ാം തീയതിയാണ്. പദ്ധതിയുടെ കേന്ദ്ര സംസ്ഥാന ഫണ്ട് വിഹിതം എന്ന് പറയുന്നത് 75:25 ആണ്. എന്നാൽ 7 സിസ്റ്ററിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾക്ക് സിക്കിം, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സംസ്ഥാന ഫണ്ട് വിഹിതം 90:10 എന്ന രീതിയിലാണ്. സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി വർഷത്തിൽ അവതരിപ്പിക്കപ്പെട്ട പദ്ധതിയാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നഗരങ്ങളിൽ തൊഴിലില്ലാത്തവർക്ക് താഴ്ന്ന തൊഴിൽ ഏർപ്പെട്ടിരുന്ന പാവങ്ങൾക്കും ലാഭകരമായി തൊഴിൽ നൽകുന്ന പദ്ധതിയാണിത്. അപ്പോ 9ാം പഞ്ചവത്സര പദ്ധതിക്കകത്താണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന ആരംഭിച്ചത്. സ്വർണ്ണ ജയന്തി സഹാരി റോസ്ഗാർ യോജന ആരംഭിച്ചത് 1997 ഡിസംബർ 1-ാം തീയതിയാണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സുവർണ ജൂബിലി വർഷത്തിൽ അവതരിപ്പിക്കപ്പെട്ട പദ്ധതി കൂടിയാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന എന്നുകൂടി ഓർക്കുക. ഇനി നമുക്ക് അടുത്ത പദ്ധതി നോക്കാം കേട്ടോ. അന്ത്യോദയ അന്ന യോജനയാണ് കേട്ടോ. 9th ഇയർ 5 പ്ലാൻ വഴിയാണ് വന്നേക്കുന്നത്. ഈ സമയത്ത് പ്രൈം മിനിസ്റ്റർ APJ വാജ്പേയി ആയിരുന്നു. തുടങ്ങിയത് ഡിസംബർ 25, 2000-ലാണ്. പൊതുവിതരണ ശൃംഖലയിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബാംഗങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഏത്? അന്ത്യോദയ അന്ന യോജന. പൊതുവിതരണ ശൃംഖലയിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബാംഗങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? അന്ത്യോദയ അന്ന യോജനയാണ്. ഈ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ചോദിക്കുവാണെങ്കിൽ അത് ഏതാണ്? അത് രാജസ്ഥാൻ ആണ് തുടക്കം കേട്ടോ. ഈ തുടക്കത്തിൽ ഈ പദ്ധതി അന്ത്യോദയ അന്ന യോജന നടപ്പിലാക്കിയത് മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഭദ്രനഗർ,
ഹവേലി തുടങ്ങിയ എന്നിവിടങ്ങളിലാണ്. ഈ പദ്ധതി പ്രകാരം നൽകുന്ന ധാന്യങ്ങള് 3 കിലോ അരി, ഗോതമ്പ് 2 കിലോയാണ്. ഈ പദ്ധതി ആരംഭഘട്ടത്തിൽ അനുവദിച്ചിരുന്ന ധാന്യത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 25 കിലോയാണ്. നിലവിൽ 35 കിലോ നൽകുന്നുണ്ട് കേട്ടോ. ഈ പദ്ധതിക്ക് അർഹരായിട്ടുള്ള കുടുംബങ്ങളുടെ നൽകുന്ന റേഷൻ കാർഡ് അന്ത്യോദയ റേഷൻ കാർഡാണ്. ദുരിതം കർഷക തൊഴിലാളികൾ, ഗ്രാമീണ മേഖലയിലെ കരകൗശല ജീവനക്കാർ, വിധവകളുടെ കുടുംബാംഗങ്ങൾ, HIV രോഗികളുടെ കുടുംബങ്ങൾ, ആദിമ ഗോത്ര വിഭാഗങ്ങൾ, 60 വയസ്സിന് മുകളിലുള്ള സ്ഥിര വരുമാനമില്ലാത്തവരും കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവര്, ഗുരുതരമായ രോഗമുള്ളവര് എല്ലാം ഈ ഒരു വിഭാഗത്തിൽ പെടുന്നവരാണ്. അപ്പോ പൊതുവിതരണ ശൃംഖലയിലെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബാംഗങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഏത്? അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്നത്. ആദ്യം നടപ്പിലാക്കിയത് രാജസ്ഥാനിലാണ്. പിന്നീട് ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഭദ്രനഗർ, ഹവേലി തുടങ്ങിയ പ്രദേശങ്ങളിലേക്കൊക്കെ ഈ പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് നോക്കാം കേട്ടോ. തൊഴിൽ വേതന പദ്ധതി. കേരളത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിൽ രഹിതർക്ക് പ്രതിമാസം 120 നൽകുന്ന പദ്ധതിയാണിത്. പദ്ധതി ആരംഭിച്ചത് 1982-ലാണ്. ഇനി ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കാനായിട്ട് എന്തൊക്കെ യോഗ്യതകൾ വേണം? 18 വയസ്സ് പൂർത്തിയായതിനു ശേഷം രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തികൾക്ക് 3 വർഷത്തെ രജിസ്ട്രേഷൻ സീനിയോറിറ്റി ഉണ്ടായിരിക്കും. ഉയർന്ന പ്രായപരിധി 35 വയസ്സാണ്. SLC വിജയിച്ചാണ് വിദ്യാഭ്യാസ യോഗ്യത. വാർഷിക കുടുംബ വരുമാന പരിധി 12,000 രൂപയിൽ നിജപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ കേരളത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിൽ രഹിതർക്ക് പ്രതിമാസം 120 രൂപ നൽകുന്ന പദ്ധതിയാണ് ഏത്? തൊഴിലില്ലായ്മ വേതന പദ്ധതി. അപ്പൊ കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിൽ രഹിതർക്ക് പ്രതിമാസം 120 രൂപ നൽകുന്ന പദ്ധതിയാണ് ഏത്? തൊഴിലില്ലായ്മ വേതന പദ്ധതി. 1982 മുതലാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ഒന്ന് പഠിച്ചു പോകാം. കേരള തൊഴിലില്ലായ്മ വേതനം പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. തെറ്റായ പ്രസ്താവന ഏതാ? 1982-ലാണ് പദ്ധതി ആരംഭിക്കുന്നത്. ശരിയാണോ? പദ്ധതി 1982-ലാണ് ആരംഭിച്ചത്. ശരിയാണ്. പ്രതിമാസം 120 രൂപയാണ് തൊഴിലില്ലായ്മ വേതനമായി സർക്കാർ നൽകുന്നത്. ശരിയാണോ? ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഈ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ വാർഷിക വരുമാനം, കുടുംബ വരുമാനം 5 ലക്ഷത്തിൽ കുറവായിരിക്കണം. ശരിയാണോ? പ്രസ്താവന തെറ്റാണ്. കേരളത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പേര് രജിസ്റ്റർ ഉള്ളവർക്ക് മാത്രമേ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. പ്രസ്താവന ശരിയാണ് കേട്ടോ. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനകത്ത് തെറ്റായിട്ട് വരുന്നത്. അപ്പൊ ഉത്തരം ഏതാ? ഓപ്ഷൻ ഡി ആയിരിക്കും. അപ്പൊ ഇതിന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഗ്രാമീണ ജനങ്ങളിൽ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും ദാരിദ്ര്യവും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും ഗാന്ധിയൻ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും പ്രധാനം നൽകി ശ്രീ കെ വിശ്വനാഥൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേരെന്ത്? ഏതാണ്? മിത്ര നികേതനാണ് കേട്ടോ. എന്താണ്? മിത്ര നികേതൻ. അപ്പൊ ഗ്രാമീണ ജനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പരിഹരിക്കുന്നതിനും ഗാന്ധിയൻ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ പ്രാധാന്യം നൽകി ശ്രീ കെ വിശ്വനാഥൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേരെന്താ? മിത്ര നികേതൻ എന്നാണ് കേട്ടോ. താഴെ നൽകിയ സൂചന അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാന്ന് നോക്കാം. നഗരങ്ങളിൽ തൊഴിൽ രഹിതർക്കുള്ള ഈ ഒരു പദ്ധതി കൊണ്ട് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു, ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. ഏതാണ്? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണ് പദ്ധതിയുടെ പേര് കേട്ടോ. ഇത് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ അല്ലെ. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു ദിവസം ലഭിക്കുന്ന കൂലി എത്രയാണ്? ഇവയൊന്നുമല്ല അല്ലെ. ഈ പറഞ്ഞേക്കുന്ന ഒന്നുമല്ല. എത്രയാ? 333 രൂപയാണ്. നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചില്ലായിരുന്നോ? ഇനി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്? ഈ പദ്ധതി ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് 100 ദിവസത്തെ തൊഴിൽ പ്രദാനം ചെയ്യുന്നു. ശരിയാണോ? പ്രസ്താവന ശരിയാണ്. അതുപോലെ തന്നെ ഗ്രാമീണ മേഖല സ്ത്രീകൾക്ക് ഉന്നമനം ലക്ഷ്യം വെച്ചാണ് ഈ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത്. ശരിയാണോ? ശരിയാണ്. 2005-ലാണ് പാർലമെന്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കി. ശരിയാണോ? തെറ്റാണല്ലേ. 1ഉം 2 പ്രസ്താവനയാണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ എത്രയാണ്? 100 ദിവസങ്ങളാണ് അല്ലെ. 100 ദിവസങ്ങൾ. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞു. ആ ടോപ്പിക്കും ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയി കാണാം കേട്ടോ. മറക്കണ്ട, അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടെയാണ് നമ്മളെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്യപ്പെടുത്തേക്കുന്നത്. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യപ്പെടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ആണ്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയി കാണാം. താങ്ക് യു സോ മച്ച്.